വെൽക്കം, തഹ്മാനാണ്. ആന്റി ഫംഗൽ വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ ഫംഗസ് ബാധയ്ക്കെതിരെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അസോൾ വിഭാഗം മരുന്നുകൾ, അസോൾ ആന്റി ഫംഗൽ. സോ അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ആൻഡ് ഏറ്റവും അധികം മരുന്നുകളുള്ള ഗ്രൂപ്പും ഇതാണ്, അസോൾസ് ആണ്. ആന്റി ഫംഗൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞപ്പോൾ രണ്ട് തരം അസോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഇമിഡസോൾ ആണ്, ഇമിഡസോൾ ഗ്രൂപ്പാണ് ഒരെണ്ണം. രണ്ടാമത്തേത് ട്രയാസോൾ ആണ്, ട്രയാസോൾ. സോ അപ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ. ഇനി എല്ലാ അസോൾസും ഇമിഡസോൾ ആയാലും ട്രയാസോൾ ആയാലും രണ്ടും ആയാലും അവസാനിക്കുന്നത് എല്ലാം കൊണസോൾ എന്ന വാക്കിലായിരിക്കും. മരുന്നിന്റെ പേര് അവസാനിക്കുക കൊണസോൾ എന്ന വാക്കിലായിരിക്കും. എക്സെപ്റ്റ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എക്സെപ്ഷൻ. ഇമിഡസോൾ ഗ്രൂപ്പിൽ ടോപ്പിക്കൽ പുരട്ടാനായിട്ട് ഉപയോഗിക്കുന്നതും ആൻഡ് ഓറൽ അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ട് ഗുളികയായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒറ്റ മരുന്നേ ഉള്ളൂ. അതിന്റെ പേര് കീറ്റോ കൊണസോൾ. ഞാൻ സി മാത്രം എഴുതുന്നുള്ളൂ. ബാക്കിയെല്ലാം ടോപ്പിക്കലാണ്. ബാക്കിയുള്ള മരുന്നുകളെല്ലാം തന്നെ ടോപ്പിക്കലാണ്. അതിൽ ഒരു മരുന്ന് മാത്രം കൊണസോൾ അല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഇതാണ്, ക്ലോട്രിമസോൾ ആണ്. ക്ലോട്രിമസോൾ ഒഴിച്ച് ബാക്കിയെല്ലാം കൊണസോൾസ് ആണ്. അപ്പൊ ബാക്കി കൊണസോൾ എഴുതി കഴിഞ്ഞാൽ മൈ കൊണസോൾ ഉണ്ട്, ഈ കൊണസോൾ ഉണ്ട്, ഓക്സി കൊണസോൾ ഉണ്ട്, ബ്യൂട്ടോ കൊണസോൾ ഉണ്ട്, സൾക്സൾ കൊണസോൾ ഉണ്ട്, ടയോ കൊണസോൾ ഉണ്ട്, ലൂലി കൊണസോൾ. സോ ഇതെല്ലാം ഇമിഡസോൾ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകളാണ്. ഇനി ട്രയാസോളിലും ടോപ്പിക്കൽ ഉണ്ട്. ടോപ്പിക്കലായിട്ട് രണ്ട് മരുന്നുണ്ട്. ഒന്ന് എഫിനയാണ്, എഫിന കഴിഞ്ഞാൽ പിന്നെ കൊണസോൾ തന്നെയാണ്. ദെൻറ്റർ, ഇത് രണ്ടുമാണ് ടോപ്പിക്കലായിട്ട് പുരട്ടാനായിട്ട് ഉപയോഗിക്കുക. ബാക്കിയെല്ലാം സിസ്റ്റമിക് ആണ്. സിസ്റ്റമിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഓറലായിട്ട് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ. ചിലത് ഓറലും ഇഞ്ചക്ഷനും രണ്ടും അവൈലബിൾ ആണ്. മരുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഫ്ലൂകോണസോൾ ആണ്. ഫ്ലൂകോണസോൾ എന്ന് ഞാൻ മൊത്തം എഴുതാം. ഫ്ലൂകോണസോൾ വെരി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പിന്നെയുള്ളത് ഇട്രാകോണസോൾ ഉണ്ട്, ഇട്രാകോണസോൾ. പിന്നെയുള്ളത് വോറികോണസോൾ ഉണ്ട്. ദെൻ ഇസാവു കൊണസോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്, പോസാകോണസോൾ. സോ ഇത്രയും ഓറൽ ആൻഡ് ഇഞ്ചക്ഷൻ ആണ്. ഇനി നമ്മൾ അസോളിൽ തന്നെ പെടുത്തും, പക്ഷെ കെമിക്കലി ചെറിയൊരു വ്യത്യാസമുള്ള ഒരു മരുന്നുണ്ട്. അതിന്റെ പേര് സെർട്ടാകോണസോൾ എന്നാണ്. സെർട്ടാകോണസോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. അത് തയോഫീൻ ആണ് കെമിക്കലി, പക്ഷെ നമ്മളത് ഇമിഡസോൾ അല്ലെങ്കിൽ അസോളിൽ തന്നെ പെടുത്തുന്ന മരുന്നാണ്. ഇതിന് അഡീഷണൽ ആയിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി ഉണ്ട്, കുറച്ച് ആന്റി ബാക്ടീരിയൽ ആക്ഷനും പ്ലസ് ആന്റി ഫംഗൽ ആക്ഷൻ കൂടിയുള്ള ഒരു മരുന്നാണ് സെർട്ടാകോണസോൾ. പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ MCQലൊക്കെ ചോദിക്കാം ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഫംഗൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസോളിലാണെങ്കിൽ അത് ഇതാണ്, ടോപ്പിക്കലാണ്. ഇതാണ് മരുന്നുകൾ. അപ്പൊ ഇനി ഫസ്റ്റ് പോയിന്റ് ഈസ് അബൌട്ട് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് നമുക്ക് പറയേണ്ടത്. മെക്കാനിസം, എല്ലാ മരുന്നിൻ്റെയും മെക്കാനിസം സെയിം ആണ്. ഒരു കാര്യം കൂടി, എല്ലാം സിന്തറ്റിക് ആണ്, ഒന്നും നാച്ചുറൽ മരുന്നല്ല എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. മെക്കാനിസം ആക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എർഗോസ്റ്റിറോൾ, ഇപ്പോൾ ഇത് സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഇതിന് പുറത്ത് സെൽ വാൾ ഉണ്ട് വേറെ, അതവിടെ കിടന്നോട്ടെ, നമുക്ക് ആവശ്യമില്ല. സെൽ മെംബ്രെയിനിൽ എർഗോസ്റ്റിറോൾ ഉണ്ട്. സെൽ മെംബ്രെയിൻ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. സെൽ മെംബ്രെയിൻ ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എർഗോസ്റ്റിറോൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ എർഗോസ്റ്റിറോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ബയോസിന്തസിസ് തടയുക എന്നുള്ളതാണ് ഈ മരുന്ന് ചെയ്യുക. അപ്പോൾ ലനോസ്റ്റിറോളിൽ നിന്ന് എർഗോസ്റ്റിറോൾ ആകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്, ലാനോസ്റ്റിറോളിൽ നിന്ന് എർഗോസ്റ്റിറോളിലേക്ക് ആകണം. അതിന് വേണ്ട ഒരു എൻസൈമാണ് 14 ആൽഫ ഡീമെഥിലേസ്. സോ ഈ എൻസൈമിനെ തടയുന്ന പണിയാണ്. സോ ഇൻഹിബിറ്റർ ഓഫ് 14 ആൽഫ ഡീമെഥിലേസ് ആണ് ഈ മരുന്നുകളെല്ലാം. സോ ഓൾ അസോൾ ആന്റിഫംഗൽസ് ആർ ഇൻഹിബിറ്റേഴ്സ് ഓഫ് 14 ആൽഫ ഡീമെഥിലേസ് which convert lanostirol to ergosterol. അപ്പോൾ സെൽ മെംബ്രെയിൻ തകരാറിലാകും, സെൽ മെംബ്രെയിന്റെ ഫ്ലൂയിഡിറ്റി ഒക്കെ നഷ്ടപ്പെടും. നമുക്കറിയാം സെൽ മെംബ്രെയിന് ഫ്ലൂയിഡിറ്റി കിട്ടണമെങ്കിൽ മനുഷ്യനിൽ അത് കൊളസ്ട്രോൾ ആണ്, ഇവിടെ എർഗോസ്റ്റിറോൾ ആണ്. സോ അപ്പോൾ ഇത് ഫംഗിസിഡൽ ആണോ സ്റ്റാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൺലി സിഡൽ അല്ല, ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ആണ്. സിഡൽ മറ്റേ ആംഫോടെറിസിനൊക്കെയാണ് സിഡൽ, ഇത് ഫംഗിസിഡൽ അല്ല, സ്റ്റാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം സിസ്റ്റമിക് ആയിട്ട് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ചിട്ട് ഒന്ന് പറയാം. നമുക്കപ്പോൾ കീറ്റോ, ഫ്ലൂകോണസോൾ, ഇട്രാകോണസോൾ, വോറികോണസോൾ, ഇസാവു, ഫോസോ, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട മരുന്നുകൾ. അത് പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കലായിട്ടുള്ള മരുന്നുകളെ കുറിച്ച് പറയാം. ഇതെല്ലാം സിസ്റ്റമിക് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ആൻഡ് ഇതിൽ ടോപ്പിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്ന് കീറ്റോകോണസോൾ നമുക്ക് ടോപ്പിക്കലാണ്, ഫ്ലൂകോണസോൾ ടോപ്പിക്കലാണ്, ഇട്രാകോണസോൾ ടോപ്പിക്കലാണ്. ഇതൊന്നും ടോപ്പിക്കൽ അല്ല. സോ ടോപ്പിക്കൽ യൂസ് ആണ് നമ്മൾ ആദ്യം ഇതിനകത്ത് പറയാം. കീറ്റോകോണസോൾ നമുക്കറിയാം ഷാംപൂ ആയിട്ട് അവൈലബിൾ ആണ്. ഷാംപൂ നിസോറാൽ ഈസ് ഫേമസ് ബ്രാൻഡാണ്. ഇത് ഉപയോഗിക്കുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ്, അതിന് ഉപയോഗിക്കാം. ആന്റി ഡാൻഡ്രഫ്, തലയിലെ താരൻ കളയാനായിട്ട് നമ്മൾ ഇതിന്റെ ഷാംപൂ ഉപയോഗിക്കാം. ആന്റി ഡാൻഡ്രഫ് അതിനു വേണ്ടി ഉപയോഗിക്കാം, ഫേമസ് യൂസ് ആണ്. ദെൻ കാൻഡിഡിയാസിന് നമുക്ക് ഉപയോഗിക്കാം.
ഉപയോഗിക്കാം, കാൻഡിഡിയാസിസിൽ ഉപയോഗിക്കാം, ആൻഡ് ഓൾസോ ഡെർമാറ്റോഫൈറ്റ്സ് ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ടോപ്പിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ് കീറ്റോകോണസോൾ. ദെൻ മറ്റുള്ളവയുണ്ട്, നമുക്ക് ഇക്കണസോൾ, മൈക്കണസോൾ, അതൊക്കെ ഇത് ഉപയോഗത്തിനുള്ളതാണ്, നമുക്ക് ടോപ്പിക്കൽ പുറകെ പറയാം. ആൻഡ് കീറ്റോകോണസോൾ സാധാരണ ഉപയോഗിക്കുക 2% നമ്മൾ ഉപയോഗിക്കുക ടോപ്പിക്കൽ. 1 to 2 നേരമൊക്കെ വെച്ച് പുരട്ടാം. ദെൻ ഷാമ്പു തലയിൽ തേച്ചായിരിക്കും കുളിക്കുക. വിവിധ രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫ്ലൂക്കോണസോൾ നമ്മൾ ഉപയോഗിക്കുക സാധാരണ 1% ആണ്. 1% ജെല്ലുണ്ട്, 2% ക്രീം ഉണ്ട്. ഓക്കെ. ദെൻ ഗുളികയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് 200 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ് ഉണ്ട്, 150 മില്ലിഗ്രാമിന്റെ ക്യാപ്സ്യൂളായിട്ട് അവൈലബിൾ ആണ്. ദെൻ ഇഞ്ചക്ഷൻ ആയിട്ടും അവൈലബിൾ ആണ്. ദെൻ കണ്ണിലൊഴിക്കുന്ന തുള്ളി മരുന്നുണ്ട് ഇതിന്റെ തന്നെ. ദെൻ ഇട്രാകോണസോളും അവൈലബിൾ ആണ്, 1% അവൈലബിൾ ആണ്. പല മരുന്നുകൾക്കൊപ്പം ചേർത്തിട്ടാണ്, ഇപ്പോൾ ടെർബിനാഫിനൊപ്പം ഉണ്ട്, മറ്റ് ഒരുപാട് കോമ്പിനേഷൻസ് ആയിട്ടും ഇത് ഇട്രാകോണസോൾ അവൈലബിൾ ആണ്. ആൻഡ് കീറ്റോകോണസോൾ ഒഴികെ ഇത് ഇഞ്ചക്ഷൻ അവൈലബിൾ അല്ല, ബാക്കി മിക്കവാറും എല്ലാത്തിനും ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ്. ഇതിന് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇട്രാകോണസോൾ ഇഞ്ചക്ഷൻ ഉണ്ട്, ദെൻ ഇസാവോകോണസോൾ ഇഞ്ചക്ഷൻ ഉണ്ട്, പോസോകോണസോൾ ഇഞ്ചക്ഷൻ ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ. ആൻഡ് ഇതിൽ ഇട്രാകോണസോളിന്റെ ഇപ്പം ഇഞ്ചക്ഷൻ അവൈലബിൾ ആണോ, സ്പൊറാനോക്സ് എന്ന പേരിലാണ് ഇപ്പം അവൈലബിൾ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി നമുക്ക് ചില കൈനറ്റിക് പാരാമീറ്റേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, കൈനറ്റിക്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കീറ്റോകോണസോളിന്റെ അബ്സോർപ്ഷൻ pH കുറഞ്ഞാൽ അല്ലെങ്കിൽ ആസിഡിക് pH ആണെങ്കിൽ അത് കൂടുതലായിട്ട് ഇൻക്രീസ് അബ്സോർപ്ഷൻ. ഓൾസോ ഇട്രാകോണസോളിന്റെയും അബ്സോർപ്ഷൻ വർദ്ധിക്കാം. ദെൻ പൊസാകോണസോളും സെയിം ആണ്, പൊസ ഇസ് ഓൾസോ സെയിം ആണ്. ഫാറ്റി മീൽ ക്യാൻ ഇൻക്രീസ് ദ അബ്സോർപ്ഷൻ. സോ ഫാറ്റി മീൽ അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കും. പക്ഷേ വോറിക്കോണസോൾ ഫാറ്റി മീലിനൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ കുറയുകയാണ് ചെയ്യുക. സോ ഫുഡ് ഇന്ററാക്ഷൻസ് ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് 1 is ഇട്രാകോണസോളിനും ആൻഡ് 2 is പോസാകോണസോളിനുമാണ് ഫുഡ് ഇന്ററാക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവും. ഇനി മരുന്നുകളുടെ T-half നോക്കിക്കഴിഞ്ഞാൽ, T-half നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിനാണ്. മാക്സിമം T-half ഒരു 110 to 115, 130 വരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇതാണ് ഇതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ആൻഡ് ഷോർട്ടസ്റ്റ് ഹാഫ് ലൈഫ് തൊട്ടിപ്പുറത്തെ വോറിക്കോണസോളിനാണ്, വെറും 6 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആൻഡ് ദിസ് ഇസാവോ ഒരു പ്രോ ഡ്രഗ് ആണ് കേട്ടോ. പ്രോ ഡ്രഗ് എന്ന് വെച്ചാൽ ഇസാവോ കൊണാസോണിയം എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആയിട്ടാണ് ഇത്, പ്രോ ഡ്രഗ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി എലിമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓൺലി ഫ്ലൂക്കോണസോൾ മാത്രമാണ് റീനലി എലിമിനേറ്റഡ്. ഇത് ഹെപ്പാറ്റിക് ആണ്. ഇപ്പോൾ റീനൽ ഡിസീസസിൽ നമുക്ക് ഡോസ് കുറയ്ക്കേണ്ടി വരിക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരിക ഫ്ലൂക്കോണസോൾ ആയിരിക്കും. ആൻഡ് ചിലതിൻ്റെയൊക്കെ ഇപ്പോൾ ഇട്രാകോണസോളിൻ്റെ ചില മെറ്റബോളൈറ്റ്സ് ഒക്കെ റീനലി എലിമിനേറ്റഡ് ആണ്, എങ്കിലും അത് കുറവാണ്. ഇനി ഈ മരുന്നുകളിൽ ഏറ്റവും കൂടുതൽ CSF പെനിട്രേഷൻ ഏതിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മരുന്നുകളാണ്. ഒന്ന് ഇതാണ്, ഫ്ലൂക്കോണസോളിന് നല്ല CSF പെനിട്രേഷൻ ഉണ്ട്. 2 വോറിക്കോണസോൾ ആണ്. സോ ഇതിന് രണ്ടിലാണ് ഏറ്റവും കൂടുതൽ CNS അല്ലെങ്കിൽ CNS ഇൻഫെക്ഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മെനിഞ്ചൈറ്റിസ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫ്ലൂക്കോണസോളോ വോറിക്കോണസോളോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ആൻഡ് ഇതിൽ ഏറ്റവും കുറവ് ഇതിനാണ്, ഏറ്റവും കുറവ് ഇട്രാകോണസോളിനാണ് ഏറ്റവും കുറവുള്ളത്. ബാക്കിയെല്ലാം ഇൻ ബിറ്റ്വീൻ ആണ്. ബാക്കി എല്ലാത്തിനും അത്യാവശ്യം പെനിട്രേഷൻ ഉള്ള മരുന്നുകളാണ്. ഇനി നമ്മൾ സ്പെക്ട്രം ഓഫ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലേറ്റവും കുറവ് ഫ്ലൂക്കോണസോളിനാണ് ഏറ്റവും നാരോ സ്പെക്ട്രം എന്ന് നമുക്ക് പറയാവുന്നത്. ഏറ്റവും കുറച്ച് ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഇസാവു ആൻഡ് പൊസ ഇതിനാണ് ഏറ്റവും കൂടുതൽ സ്പെക്ട്രം ഉള്ളത് ഇതിനാണ്. അതിൽ തന്നെ മാക്സിമം പോസാകോണസോളിനാണ് ഏറ്റവും മാക്സിമം സ്പെക്ട്രം ഉള്ളത്. ദെൻ വോറിക്കോണസോൾ, ഇട്രാകോണസോൾ എല്ലാം ബ്രോഡ് സ്പെക്ട്രം ആണ്. ബാക്കിയെല്ലാം ഇതെല്ലാം നമുക്ക് ബ്രോഡ് സ്പെക്ട്രം എന്ന് നമുക്ക് എഴുതാം. ഇത് മാത്രമുള്ളതിൽ നാരോ സ്പെക്ട്രം ആയിട്ടുള്ളത്. ആൻഡ് ഇനി പ്രോട്ടീൻ ബൈൻഡിങ് കൂടി ഒന്ന് പറഞ്ഞേക്കാം. പ്രോട്ടീൻ ബൈൻഡിങ് ഇവിടെ ഞാൻ എഴുതാം. ഏറ്റവും കൂടുതൽ ഉള്ളത് 99% പ്രോട്ടീൻ ബോണ്ട് ഉള്ളത് ഒന്ന് ഇസാകോണസോൾ ആണ്. PPB എന്ന് വെച്ചാൽ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ആണ്. ദെൻ ഇസാവോകോണസോളിന് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് 99 ഉണ്ട്. ദെൻ ഓൾസോ പോസാകോണസോൾ ഇതിനും പ്രോട്ടീൻ ബൈൻഡിങ് ഉണ്ട്. ബാക്കി ഏറ്റവും കുറവ് ഏതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഫ്ലൂക്കോണസോളിന് 10% മാത്രമേ ഉള്ളൂ പ്രോട്ടീൻ ബോണ്ട്. സോ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇതിന് കൂടുതലായിരിക്കും. ഇത് പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു അസോളും പ്രഗ്നൻസിയിൽ ഉപയോഗിക്കുന്നില്ല. ഇത് എസ്പെഷ്യലി ഫ്ലൂക്കോണസോളൊക്കെ ടെറാറ്റോജനിക് ആണ്. ടെട്രാലജി ഓഫ് ആലറ്റ് ഒക്കെ ഉണ്ടാക്കാം. കീറ്റോകോണസോൾ വേറെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ഒന്നും തന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നില്ല. ഇനി അടുത്ത പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓൾ ദീസ് ആർ CYP450 ഇൻഹിബിറ്റേഴ്സ് ആണ് എന്നുള്ളതാണ്. എല്ലാം തന്നെ എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പോൾ എന്താ പ്രശ്നം? ഡ്രഗ് ഇന്ററാക്ഷന് ഭയങ്കരമായിട്ടുള്ള സാധ്യതകളുണ്ട്. മറ്റു മരുന്നുകളുടെ ടോക്സിറ്റി വർദ്ധിക്കും, കാരണം അവയുടെ മെറ്റബോളിസം കുറയുന്നു. അതിലേറ്റവും കൂടുതലുള്ളത് ആർക്കാണെന്ന് വെച്ചാൽ കീറ്റോകോണസോൾ
കീറ്റോകോണസോൾ ആണ്. സോ പൊട്ടൻസി CYP3A4 ഇൻഹിബിറ്റർ ആണ് സംഭവം. സോ ഇതുമൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകും, നമുക്കറിയാം അല്ലെ. ചിലത് അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും, പക്ഷെ ചിലത് ചിലപ്പോഴെങ്കിലും തെറാപ്യൂട്ടിക് യൂസസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇതുമൂലം തന്നെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം ഹെപ്പാറ്റോടോക്സിറ്റി ആണ്. ലിവർ ടോക്സിസിറ്റി ഉണ്ടാകും, എല്ലാത്തിന്റെയും സിറം ട്രാൻസാമിനേസ് ഒക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ആൻഡ് കീറ്റോകോണസോളിനാണ് മാക്സിമം ഉള്ളത്, തൊട്ടു പിറകിൽ ഇട്രാകോണസോൾ ഉണ്ട്. ആൻഡ് ഏറ്റവും കുറവ് ലിവർ ടോക്സിറ്റി ഏതിനാന്ന് ചോദിച്ചാൽ അത് ഫ്ലൂക്കോണസോളിനാണ് ഏറ്റവും കുറവ്. ലിവർ ടോക്സിറ്റി വലിയ കാര്യമായിട്ടില്ല, എങ്കിലും ഇതിന്റെ ഹെപ്പാറ്റിക് ട്രാൻസാമിനേസ് ഇൻക്രീസ് ചെയ്യും എന്നാണ് നമുക്കറിയാവുന്നത്. ആൻഡ് ഇത് CYP3A4 ആൻഡ് CYP2C9 ഇതിനെ രണ്ടും വഴി ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നാണ് ഇത്. ഇട്രാകോണസോൾ 3A4 കൂടുതൽ ഇൻഹിബിറ്റ് ചെയ്യുക. പെസാകോണസോൾ ഇസ് ഓൾസോ 3A4 ഇൻഹിബിറ്റ് ചെയ്യുക. പെസാകോണസോൾ ഇതുപോലെ മെറ്റബോളിസം നടക്കുന്നില്ല, ഇൻഹിബിഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അതുപോലെ മെറ്റബോളിസം നടക്കില്ല. വോറിക്കോണസോൾ എന്ന് പറയുന്ന മരുന്ന് 2C9 ഉണ്ട്, ദെൻ 2C19 വഴിയും ആൻഡ് 3A4 വഴിയൊക്കെ മെറ്റബോളിസം നടക്കുകയും അതിനെ തടയുകയും ചെയ്യുന്ന മരുന്നുകളാണ്. കീറ്റോകോണസോളിന് മനുഷ്യന്റെ കൊളസ്ട്രോൾ സിന്തസിസ് സ്റ്റെപ്പിലും ഇടപെടാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ ഇവിടെ എർഗോസ്റ്ററോൾ ആണെങ്കിൽ മനുഷ്യന്റെ കൊളസ്ട്രോളിൽ ഇടപെടാൻ പറ്റും. ആൻഡ് ദിസ് ക്യാൻ ഇൻഹിബിറ്റ് ദ സ്റ്റീറോയിഡ് ഹോർമോൺ സിന്തസിസ്. സ്റ്റീറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത് തടയും. ഇപ്പൊ അഡ്രീനൽ ഗ്ലാൻഡ് ആണെന്ന് വയ്ക്കുക. അഡ്രീനൽ ഗ്ലാൻഡിൽ എന്താ ഉണ്ടാകുന്നത്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉണ്ടാകുന്നുണ്ട്, മിനറലോകോർട്ടിക്കോയിഡ്സ് ഉണ്ടാകുന്നുണ്ട്. ഇത് രണ്ടും ലൈഫ് സേവിങ് ഹോർമോൺസുകളാണ്. ഇതിന്റെ നിർമ്മാണം തടഞ്ഞാൽ എന്ത് പറ്റും? അഡ്രീനൽ ഫെയിലിയർ ആണ് ഉണ്ടാവുക. അഡ്രീനൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ മോസ്റ്റ് സീരിയസ് സൈഡ് എഫക്ട് ഓഫ് കീറ്റോകോണസോൾ ഈസ് ദിസ് അഡ്രീനൽ ഫെയിലിയർ ഉണ്ടാക്കുന്നു. അഡ്രീനൽ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഷോക്ക് ആൻഡ് ഡെത്ത് വരെ ഉണ്ടാക്കാവുന്ന സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ്. സോ അഡ്രീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസിൽ, കോംപ്രമൈസ്ഡ് അഡ്രീനൽ ഫംഗ്ഷൻ ഉള്ള പേഷ്യൻസിലൊക്കെ ഇത് ഒഴിവാക്കേണ്ടി വരും. പക്ഷേ ഇതിനൊരു മറുപുറം ഉള്ളതെന്ന് വെച്ചാൽ അഡ്രീനൽ ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഒരുപാട് ഹോർമോൺസ് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുക കുഷിംഗ് സിൻഡ്രോം എന്നാണ്. കുഷിംഗ് സിൻഡ്രോമിൽ നമുക്കൊരു മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാം, തെറാപ്പിക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ കീറ്റോകോണസോളിന്റെ മറ്റൊരു ഉപയോഗം. ആൻഡ് ഇതേപോലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ സിന്തസിസും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ പുരുഷന്മാരിൽ കുറഞ്ഞ എന്തുണ്ടാകും? അപ്പോൾ കുറേ നാണം ഗൈനക്കോമാസ്റ്റിയ എന്നുള്ള പ്രശ്നം ഉണ്ടാക്കാം, ഇംപൊട്ടൻസ് ഉണ്ടാക്കാം, ആന്റി ആൻഡ്രോജനിക് എഫക്റ്റ് ആണ്. സ്ത്രീകളിലാണെങ്കിലോ, സ്ത്രീകളിലെ ഫീമെയിൽസിലാണെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആയിരിക്കും ഉണ്ടാകും. ആൻഡ് ഇതെല്ലാം ഞാൻ എഴുതിയത് കീറ്റോകോണസോളിന്റെ താഴെയാണ്. ഏറ്റവും കൂടുതലുള്ളത് കീറ്റോകോണസോളിനാണ്. ആൻഡ് ഇത് കഴിഞ്ഞാൽ പിന്നെ ആരാന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇട്രാകോണസോളിനാണ്. കുറച്ച് ഉണ്ട്, പക്ഷേ കീറ്റോകോണസോൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല. ഇത് പക്ഷേ കുറച്ചേ ഉള്ളൂ, അത്രയും വലിയ പ്രശ്നമില്ല. പക്ഷേ ലീസ്റ്റ് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്ലൂക്കോണസോളാണ്. കാര്യത്തിൽ നല്ലവനും ഗുണവാനും ഫ്ലൂക്കോണസോളാണ്. അപ്പം ഇനി ഉപയോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂസസ് പറയുകയാണെങ്കിൽ കീറ്റോകോണസോൾ നമ്മൾ ഓൾറെഡി ടോപ്പിക്കൽ യൂസ് കണ്ടു, കാൻഡിഡിയ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. സോ ദിസ് ഈസ് മോസ്റ്റ് ഇൻ ഈസ്റ്റ് ലൈക്ക് ഇൻഫെക്ഷൻസിലാണ് അല്ലെ, ഈസ്റ്റ് ലൈക്ക് ഫംഗൽ ഇൻഫെക്ഷൻസിലാണ് ഉപയോഗിക്കുക. ടീനിയയിൽ നമുക്ക് ഉപയോഗിക്കാം, ഡെർമറ്റോഫൈറ്റ്സിൽ ഉപയോഗിക്കാം. പ്രധാനം ടോപ്പിക്കലാണ്, നമ്മളിപ്പോൾ ഓറലൊന്നും കൊടുക്കാറില്ല. സ്പെഷ്യൽ യൂസ് നമ്മൾ പറഞ്ഞു കുഷിംഗ് സിൻഡ്രോമിൽ നമുക്ക് സ്പെഷ്യൽ യൂസ് ആയിട്ട് പറയാം. ഇനി ഫ്ലൂക്കോണസോൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ കാൻഡിഡിയാസിസിന് ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതാണ്. വജൈനൽ കാൻഡിഡിയാസിസ് ആണെങ്കിൽ നമുക്ക് 150 മില്ലിഗ്രാം ഒരു ഗുളിക കൊടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒറ്റ ഡോസ്. ദെൻ ഇസോഫാജിയൽ കാൻഡിഡിയാസിസിന് നമുക്ക് കൊടുക്കാം, ഓറോഫാരിഞ്ചിയൽ കാൻഡിഡിയാസിസ്. സോ ഇതെല്ലാം കാൻഡിഡിയാസിസിന് കൊടുക്കാവുന്ന, ഈസ്റ്റ് ലൈക്ക് കാൻഡിഡിയാസിസിന് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഉപയോഗം, സെക്കൻഡ് ഉപയോഗം ക്രിപ്റ്റോകോക്കൽ ആണ്. ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസിലാണ്. നമ്മളിത് ഓൾറെഡി പറഞ്ഞു, CSF പെനിട്രേഷൻ നല്ലുള്ള മരുന്നാന്ന് പറഞ്ഞു. സോ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മെയിൻ്റനൻസിനാണ്. മെയിൻ്റനൻസ്, ആ രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻഡക്ഷൻ നമ്മൾ കൊടുക്കുകയല്ല, അത് നമ്മൾ ആംഫോടെറിസിൻ B ആയിരിക്കും കൊടുക്കുക. അതിനിപ്പം ഫ്ലൂസൈറ്റോസിനും കൂടി കൊടുക്കുകയാണ്. ദെൻ അടുത്ത, അപ്പോൾ ഇതും C തന്നെയാണ്. മൂന്നാമത്തെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്സിഡിയോ മൈക്കോസിസിലും നമുക്ക് കൊടുക്കാം. അതിൽ ഉപയോഗിക്കുന്നത് മെനിഞ്ചൈറ്റിസിൽ തന്നെയാണ്. അതിലും രണ്ട് കാര്യങ്ങളിലും എന്തൊക്കെയാണ്, ഇൻഡക്ഷനും നമുക്ക് കൊടുക്കാം ആൻഡ് ഓൾസോ ഫോർ മെയിൻ്റനൻസ്. ഇവിടെ മെയിൻ്റനൻസിന് മാത്രമായിരുന്നെങ്കിൽ ഇവിടെ ഇൻഡക്ഷനും മെയിൻ്റനൻസിനും നല്ലത് ആംഫോടെറിസിൻ B യേക്കാൾ നല്ലത് ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ഫ്ലൂക്കോണസോൾ ആണ്, ബെറ്റർ ദാൻ ആംഫോടെറിസിൻ B. സോ 3 Cയിലും നമുക്ക് ഉപയോഗിക്കാം. കാൻഡിഡിയയിൽ കൊടുക്കാം, ക്രിപ്റ്റോകോക്കസിൽ കൊടുക്കാം, കോക്സിഡിയോ മൈക്കോസിൽ കൊടുക്കാം, ഇനി ടീനിയയിൽ കൊടുക്കാം.
പിറ്റേറേസിസ് വേഴ്സിക്കളർ അതിലൊക്കെ കൊടുക്കാം നമുക്ക്. ഇനി അപ്പോൾ ഉപയോഗമില്ലാത്തത് ഏതാണ് എന്ന് കൂടി നമുക്കൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ആസ്പെർജില്ലോസിസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, മ്യൂക്കോർമൈക്കോസിസിൽ കൊടുക്കാൻ പറ്റില്ല, ഡയമോർഫിക് ആയിട്ടുള്ള ഫംഗയിലുള്ള ഒന്നിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മോൾഡിനും കാര്യമായിട്ട് ഉപയോഗമില്ല. ഈസ്റ്റ് ലൈക്ക് ഫംഗ ആണെങ്കിൽ ഓക്കെ. സോ എഫക്റ്റ് ഇല്ലാത്ത ഹിസ്റ്റോപ്ലാസ്മോസിസിൽ എഫക്റ്റ് ഇല്ല, ബ്ലാസ്റ്റോമൈക്കോസിസിൽ എഫക്റ്റ് ഇല്ല, സ്പൈറോട്രാക്സിൽ എഫക്റ്റ് ഇല്ല, ആസ്പെർജില്ലോസിസിൽ ആൻഡ് മ്യൂക്കോർമൈക്കോസിസിലൊന്നും എഫക്റ്റ് ഇല്ല. ദെൻ പിന്നെ ഒരു ഉപയോഗം പ്രൊഫൈലാറ്റിക് ആയിട്ടാണ്. പ്രൊഫൈലാറ്റിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് പ്രൊഫൈലാറ്റിക് ആയിട്ട് നമുക്ക് ഫ്ലൂക്കോണസോൾ കൊടുക്കാം, മറ്റേ ആന്റി ഫംഗൽസും കൊടുക്കാം. അപ്പോൾ ഇട്രാക്കോണസോൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഡയമോർഫിക് ഫംഗയിലാണ് നമ്മൾ ഇട്രാക്കോണസോൾ ഉപയോഗിക്കുക. ആൻഡ് ഓൾസോ ഇൻ സം മോൾസിലും കൊടുക്കാം. മോൾഡ് ഏതാണെന്ന് ചോദിച്ചാൽ ആസ്പെർജില്ലോസിസിലാണ് നമ്മൾക്ക് ഇട്രാക്കോണസോൾ. അത് ഇൻഡക്ഷൻ അല്ല, ഇൻഡക്ഷൻ നമ്മൾ വോറിക്കോണസോൾ ആണ് കൊടുക്കുക. അതിനുശേഷം മെയിൻ്റനൻസിനാണ് നമ്മൾ ഇട്രാക്കോണസോൾ കൊടുക്കുക. ഡയമോർഫിക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോങ് ടേം മെയിൻ്റനൻസിനാണ് എല്ലാത്തിലും കൊടുക്കുക. അല്ലാതെ നമ്മൾ ഒരു അക്യൂട്ട് എമർജൻസി സീരിയസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ആംഫോടെറിസിൻ ബി ആണെന്ന് പ്രത്യേകം ഓർത്തു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഹിസ്റ്റോപ്ലാസ്മോസിസിന് കൊടുക്കാം, ബ്ലാസ്റ്റോമൈക്കോസിസിന് കൊടുക്കാം, സ്പോറോട്രൈക്കോസിസിന് കൊടുക്കാം, ആൻഡ് പാരാകോക്സിഡിയോമൈക്കോസിസ്. ഇതിനെല്ലാത്തിനും നമുക്ക് ഇതായിരിക്കും കൊടുക്കുക. ആൻഡ് ഇറ്റ്സ് ഫോർ മെയിൻ്റനൻസിനാണ്. എമർജൻസിയിൽ ആംഫോടെറിസിൻ ബി ആണ്. ഇനി മറ്റ് ചില ഫംഗൽ ഇൻഫെക്ഷൻസ് ലൈക്ക് യൂമൈസിറ്റോമയിൽ നമുക്ക് കൊടുക്കും, യൂമൈസിറ്റോമയിൽ കൊടുക്കാം. ദെൻ അടുത്തത് സ്യൂഡോ അലസ്റ്റീറിയ എന്ന് പറയുന്ന ഇൻഫെക്ഷന് രണ്ടിലും മെയിൻ്റനൻസിലും കൊടുക്കാം. ഇൻഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസിൽ നമ്മൾ കൊടുക്കുന്നത് ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ഇട്രാക്കോണസോൾ ആണ്. അപ്പോൾ വോറിക്കോണസോൾ എവിടെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആസ്പെർജില്ല എന്ന് പറയുമ്പോൾ അത് മോൾഡിലാണ്. സോ ദിസ് ഈസ് ഗുഡ് ഫോർ മോൾഡ്. ആസ്പെർജില്ലോസിസ് ഇൻഡക്ഷനും നമുക്ക് മെയിൻ്റനൻസും കൊടുക്കാം, പക്ഷേ മെയിൻ്റനൻസിന് നമ്മൾ ഇതായിരിക്കും കൊടുക്കുക, ഇട്രാക്കോണസോൾ ആയിരിക്കും കൊടുക്കുക. ദെൻ മറ്റ് ചില കേസസിൽ കൂടി മെയിൻ്റനൻസിന് കൊടുക്കാം. അതിന്റെ പേരുകൾ സീഡോസ്പോറിയത്തിൽ നമുക്ക് കൊടുക്കാം, ഫ്യൂസേറിയത്തിൽ നമുക്ക് കൊടുക്കാം. സോ ഇതിൽ ദെൻ റൈസോപ്പസിനും നമുക്ക് കൊടുക്കാം. സോ ഇതെല്ലാം ആംഫോടെറിസിന് ശേഷം മെയിൻ്റനൻസിനാണ് നമ്മൾ വോറിക്കോണസോൾ കൊടുക്കുക എന്ന് കൂടി ഓർത്ത് വെക്കുക. ആൻഡ് മ്യൂക്കർമൈക്കോസിസിൽ എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇസാവോകോണസോൾ ആൻഡ് പോസോകോണസോൾ ആണ്. മ്യൂക്കർമൈക്കോസിസ് ഇത് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിട്ടുള്ള അസുഖമാണ്. മ്യൂക്കർമൈക്കോസിസിൽ നമുക്ക് കൊടുക്കുന്നത് ഈ മരുന്നുകളാണ്. മെയിൻ്റനൻസിനാണ് നമ്മൾ കൊടുക്കുക. അക്യൂട്ട് തെറാപ്പിക്ക് നമ്മൾ വീണ്ടും ആംഫോടെറിസിൻ ബി തന്നെ കൊടുക്കണം എന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ച്. ആൻഡ് ഇനി സിഡോസ്പെർമിയത്തിൽ നമുക്ക് കൊടുക്കാം. ദെൻ ഓൾസോ ഇൻസൈഗോമൈസിറ്റസ് അതിനകത്ത് നമുക്ക് ഈ മരുന്നുകൾ കൊടുക്കാം. ദെൻ ഓൾസോ പ്രൊഫൈലാക്സ് ഓഫ് ഇൻവേസീവ് കാൻഡിഡിയ അതിലൊക്കെ കൊടുക്കാം കേട്ടോ. കാൻഡിഡിക്ക് കൊടുക്കാം, ആസ്പെർജില്ല അതിനൊക്കെ ഇത് കൊടുക്കാം, ഇതൊക്കെ കൊടുക്കാം. പക്ഷേ ആസ്പെർജില്ലോസിന് നമ്മൾ വോറിക്കോണസോൾ ആണ് മൈ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് പറയേണ്ടത്. കുറെ അഡ്വേഴ്സ് എഫക്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡ്രഗ് ഇന്ററാക്ഷൻ ബിക്കോസ് ഓഫ് CYP ഇൻഹിബിഷൻ, എൻസൈം ഇൻഹിബിഷൻ, അതുകൊണ്ട് ഗൈനക്കോമാസ്റ്റി ഉണ്ടാക്കാം, കീറ്റോകോണസോളിനാണ് കൂടുതൽ. അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഉണ്ടാക്കാം, അതും ഇതിനാണ് കൂടുതൽ, ഇതിന് കുറച്ചുണ്ട്. ദെൻ ഹെപ്പാറ്റോടോക്സിറ്റി എല്ലാത്തിനും കുറച്ചുണ്ടാക്കാൻ പറ്റും. ദെൻ റീനൽ ആണെങ്കിൽ ടോക്സിറ്റി അല്ല, എലിമിനേറ്റഡ് ത്രൂ ഫ്ലൂക്കോണസോൾ ആണെന്ന് പറഞ്ഞു. പ്രഗ്നൻസിയിൽ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. ദെൻ പിന്നെ ഒരു ഡ്രഗ് ഇന്ററാക്ഷൻ ഉള്ളത് ആന്റാസിഡ്സ്, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ റാനിറ്റിഡിൻ, ആന്റാസിഡ്സ് അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് pH താഴും അല്ലെ. pH താഴുക മീൻസ് pH അസിഡിക് ആവും. അസിഡിക് ആകുമ്പോഴത്തേക്കും അബ്സോർഷൻ കുറയും. അസിഡിക് pHൽ അബ്സോർഷൻ കൂടുതലുള്ള മരുന്നുകൾ നമ്മൾ പറഞ്ഞു, അതിന്റെയൊക്കെ അബ്സോർഷൻ കുറയും. ദെൻ ദിസ് ക്യാൻ കോസ് സം GI ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം, നൗസിയ, വോമിറ്റിംഗ് ആൻഡ് റാഷസ് ഒക്കെ എഴുതാം. ആൻഡ് ഫ്ലൂക്കോണസോളിന്റെ ഒരു പ്രശ്നം റിവേഴ്സിബിൾ ആയിട്ടുള്ള അലോപേഷ്യ, മുടി കൊഴിച്ചിൽ കുറച്ചുണ്ടാക്കാവുന്നതാണ് ഫ്ലൂക്കോണസോൾ. ഇട്രാക്കോണസോൾ ഹൈപ്പോകലീമിയ ഉണ്ടാക്കാം. പക്ഷേ ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട നെഗറ്റീവ് അയനോട്രോപിക് എഫക്ട് ഉണ്ടാക്കാം. അതുകൊണ്ട് ഹൃദയത്തിന്റെ മിടിപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹേർട്ട് ഫെയിലിയർ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഹേർട്ട് ഫെയിലിയറിന് ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, ഒഴിവാക്കേണ്ടി വരും. വോറിക്കോണസോളിന്റെ ടോക്സിറ്റി എന്താ? V4 എന്താ? വിഷ്വൽ ഡിസ്റ്റർബൻസസ്. നമ്മൾ പല സ്ഥലത്ത് ഇത് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ബാറ്ററിൻ പഠിച്ചപ്പോൾ V ആണ് വിഷ്വൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു പറഞ്ഞു. ദെൻ സം ഓഡിറ്ററി ഹാലൂസിനേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക്. ദെൻ വിഷ്വലായിട്ട് ബന്ധപ്പെട്ടുള്ള തന്നെയാണ് ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാം വോറിക്കോണസോൾ. അപ്പോൾ അതുകൊണ്ട് ഈ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് സ്കിൻ ക്യാൻസറിനുള്ള ടെസ്റ്റ് ചെയ്യണം എന്ന് പറയാറുണ്ട്. സോ സ്കിൻ ക്യാൻസറിനുള്ള ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വോറിക്കോണസോൾ എന്ന് പറയുന്ന മരുന്ന്. ആ വോറിക്കോണസോൾ ഓൾസോ ക്യാൻ കോസ് QT പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ടോർസൈഡി പോയിന്റസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പോസോകോണസോൾ ക്യാൻ ഓൾസോ കോസ് QT പ്രൊലോങ്ങേഷൻ ഉണ്ടാകും. QT പ്രൊലോങ്ങേഷൻ ഉണ്ടാക്കുമ്പോൾ ഹൈപ്പോകലീമിയ കൂടിയെന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ അപ്പോൾ നമുക്കിനി ടോപ്പിക്കലായിട്ടുള്ള മരുന്നുകളെ പറ്റി പറയാം. ആദ്യത്തെ മരുന്ന് ക്ലോട്രിമസോൾ ആണ്. ക്ലോട്രിമസോൾ
ക്ലോട്രിമസോൾ. ഇതിന്റെ പേര് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. ക്ലോട്രിമസോൾ വെരി ഫേമസ് ആണ്. കാൻഡിഡ് എന്ന പേരിൽ വരുന്നതാണ്. കാൻഡിഡ് വി ഉണ്ട്, കാൻഡിഡ് വജൈനൽ, കാൻഡിഡ് ക്രീം ഉണ്ട്, ഡസ്റ്റിംഗ് പൗഡർ ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ടോപ്പിക്കൽ യൂസ് ചെയ്യുന്ന മരുന്നാണ്. സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഉപയോഗിക്കാം. കാൻഡിഡിയാസ് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. വൾവോ വജൈനൽ കാൻഡിഡിയാസിന് ഉപയോഗിക്കാം. ടീനിയ പെഡിസ് എന്ന് വെച്ചാൽ ഏതാണ്? അത്ലറ്റ്സ് ഫൂട്ട് അല്ലെ, വളം കടി എന്ന് പറയുന്ന അതിന് ഉപയോഗിക്കാം. വായിൽ ഓറോഫാരിഞ്ചിയൽ കാൻഡിഡിയാസ് ആണെങ്കിൽ ഇത് ട്രോച്ച് എന്ന് വെച്ചാൽ വായിൽ അലിയിച്ച് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് അലിയിച്ചൊക്കെ കഴിക്കാവുന്ന മറ്റേ ലോസഞ്ചസ് ഒക്കെ പോലത്തെ സംഭവമാണ്. ആൻഡ് ലോഷൻ ജെൽ അതൊക്കെ പുരട്ടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ സം കൊറൈൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനും ഇത് ഉപയോഗിക്കാറ്. സോ ക്ലോട്രിമസോൾ എക്സ്ക്ലൂസീവ്ലി ടോപ്പിക്കലായിട്ടുള്ള ഒരു മരുന്നാണ്. ദെൻ ബാക്കിയുള്ളതെല്ലാം തന്നെ ലൂലിക്കോണസോൾ ആയാലും മൈക്കോണസോൾ ആയാലും ഇക്കോണസോൾ ആയാലും ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അത്ലറ്റ്സ് ഫുഡിന് ഉപയോഗിക്കാം. ജാക്ക് എച്ച് എന്ന് വെച്ചാൽ ടീനിയ ക്രൂസിസ്, ദെൻ ടീനിയ കോർപ്പോറിസ് എന്ന് വെച്ചാൽ മേല് അവിടേക്ക് ഉണ്ടാവുന്ന, ടീനിയ ക്രൂറിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന്റെ ഇടയിൽ ഉണ്ടാവുന്നതാണ്. യെസ്, അതിനൊക്കെ ഉപയോഗിക്കാം. സെർട്രാക്കോണസോൾ നമ്മൾ പറഞ്ഞു, ടീനിയ വേഴ്സിക്കോളർ ഓർ അത് എന്താ പറയാ പിറ്റൈറൈസിസ് വേഴ്സിക്കോളർ അങ്ങനെ ഉപയോഗിക്കാം. ഓക്സിക്കോണസോളും അതിന് ഉപയോഗിക്കാം. ബ്യൂട്ടോക്കോണസോൾ എന്ന് പറയുന്ന മരുന്ന് അധികം ഉപയോഗിക്കുന്നത് വജൈനൽ കാൻഡിഡിയാസിസ്. സെർട്രാക്കോണസോൾ ഞാൻ ഓൾറെഡി വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ള മരുന്ന് കൂടിയാണ് എന്ന് കൂടി നമ്മൾ പറഞ്ഞു. സോ ദീസ് ഓൾ ആർ ടോപ്പിക്കലി യൂസ്ഡ് ആന്റി ഫംഗൽ. നമുക്ക് പക്ഷേ അസോൾ ആന്റി ഫംഗൽ എന്ന് വെച്ചാൽ 10 മാർക്കിനൊക്കെ എസ് ഒക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.